ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു ലേസി ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പം എണീറ്റപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 9:30 ആയിട്ടാവണം. അപ്പോൾ ഇന്നൊരു ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഹോം വ്ളോഗാണ് കേട്ടോ. പിന്നെന്താ, ഇന്നിങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ചെറിയ കുക്കിങ് ക്ലീനിങ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ഞാൻ ചായ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആകെ 4 പേരേ ഉള്ളൂ, അച്ഛൻ, അമ്മ, ഞാൻ, പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോളും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടി അവൾക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ആളും കൂടി വന്ന് നിൽക്കുകയാണ്. അവൾ രാവിലെ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഉള്ള ചായയാണ് ഞാനിപ്പോൾ വെക്കുന്നത് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും കുടുംബ വീട്ടിലേക്ക് പോയിക്കാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചായ വെക്കാനായിട്ടുള്ള പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ചായ, ഞാൻ ഡെയിലി പാൽ ചായ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പാൽ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകിട്ടും കൃത്യമായി പാൽ ചായ കുടിക്കാറുണ്ട്. ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കട്ടൻ ചായെങ്കിലും കുടിക്കും കേട്ടോ. അപ്പം ചായയൊക്കെ വെക്കുകയാണ്. പിന്നെ തണുത്ത് അറിയതിന് ശേഷം മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ, നന്നായിട്ട് തിളപ്പിച്ചാൽ പോലും. പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള ചായയാണ് എനിക്കിഷ്ടം, ഒത്തിരി സ്ട്രോങ് ടീ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ലൈറ്റായിരിക്കണം, ചൂടിൻ്റെ കാര്യത്തിലും വളരെ ലൈറ്റായിരിക്കണം, ചൂട് ഒട്ടും പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു ചായ കുടിക്കാരെയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ചായ വെക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാവിലെ ഉപ്പുമാവായിരുന്നു, എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഉപ്പുമാവ്. പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഉപ്പുമാവിൻ്റേത്. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്, കറികളൊന്നും വേണ്ട എന്തായാലും. അപ്പോൾ അതേ രാവിലെ ഉപ്പുമാവ് വെച്ചിട്ടുണ്ട്. അത് രാവിലെ അമ്മേട്ട വെച്ചത്. അത് ഉപ്പുമാവ് എടുക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കൊന്ന് അരി തിളപ്പിക്കാനിടണമല്ലോ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് തിളയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കഴിക്കാമല്ലോ, അപ്പോൾ ടൈം വേസ്റ്റേജ് ഇല്ല. അപ്പോൾ അതേ നമുക്ക് 4 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണക്കിനുള്ള അരി എടുക്കുകയാണ്. ഒരു 1-1.25 കപ്പൊക്കെ മതിയാവും, അത്രേ വേണ്ടുള്ളൂ. അങ്ങനെ അരി എടുത്ത് കഴുകി സെറ്റാക്കുകയാണ് കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് അരി 7 വെള്ളത്തിൽ കഴുകണം എന്നാണ് പറയുന്നത്, എന്നാണ് പ്രമാണം. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴിക്കുള്ളൂ. അങ്ങനെ 7 വെള്ളത്തിൽ കഴുകിയില്ലെങ്കിൽ ഒരു 3-4 വെള്ളത്തിലൊക്കെ കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ അരി. ഇനി നമുക്കത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ അതേ അരി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അരി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അന്നേരത്തെ ഒരു 10 മണിയായിട്ടുണ്ടാവണം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചായ എടുക്കണം. ഇപ്പോൾ ഉപ്പുമാവ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ സാമ്പാർ എടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ അരി വെള്ളത്തിൽ ഇടാണ്. ഇതിനി തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. ഈ തെർമൽ കുക്കർ ഉള്ളതുകൊണ്ട് വലിയ ഉപകാരമായി എനിക്കല്ലാണ്ട്. കറികളൊക്കെ ഏകദേശം അറിയാമെങ്കിലും, കുക്കിങ് വലിയ കുഴപ്പമില്ലാണ്ട് അറിയാമെങ്കിലും, പക്ഷേ ഈ ചോറ് വെക്കുന്ന കാര്യത്തിലായിരുന്നു ഭയങ്കര അടുപ്പത്ത് ഊതി വിറക് കൂട്ടി അങ്ങനെയൊന്നും ചോറ് വയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അപ്പം ഇതുള്ളത് കൊണ്ട് പിന്നെ ഇത് ഇപ്പോൾ ഡെയിലി ഇതിൽ തന്നെയാണ്. അപ്പോൾ ഇത് വലിയ പണിയില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ അരി തിളപ്പിക്കുക, അതിനകത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചോറ് വയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. മറ്റേതായിരുന്നെങ്കിൽ ഇപ്പോൾ മുഷിഞ്ഞു പോയേനെ ചോറ് വയ്ക്കാൻ. അതിൽ എനിക്ക് വെക്കാനും അറിയില്ല. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അത് ഒരു സൈഡിലിരുന്ന് വേവുകയും ചെയ്യും, നമുക്ക് നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഉപ്പ് ഇട്ടിട്ടാണ് ശീലം, അല്ലെങ്കിൽ പിന്നെ കറികൾക്കും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് വെക്കണേ കേട്ടോ. അങ്ങനെ സംഭവമൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. സാമ്പാർ, എനിക്ക് ഉപ്പുമാവ് ഭയങ്കര റോയായിട്ട് കഴിക്കണേ ഇഷ്ടം. എനിക്ക് ഒരു കറിയുടെ ആവശ്യം, അത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതൊരു മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, അപ്പോഴേക്കും ചായയൊക്കെ നല്ല അറിയിട്ടുണ്ട്. ഇതുപോലത്തെ ടീംസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഇങ്ങനെ ചായ ആറ്റി കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് അതിനെ ഒലിക്കും ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു 1-1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അരി സെറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഊറ്റിയിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ അരി സെറ്റാക്കി കണ്ടില്ലേ, ഇത് രാവിലെ കഴിച്ച കോലമാണ് കേട്ടോ. ഇനി ഇത് ഫുൾ ക്ലീനാക്കി വെക്കണം. ഈ കുക്കിങ്ങിനേക്കാളും വലിയ ടാസ്ക് ക്ലീനിങ് ആണല്ലേ. പിന്നെ അതേ അതൊക്കെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാണ്. അപ്പോൾ ബെഡൊക്കെ നല്ല റെഡിയാക്കി ഇടുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു ആശ്വാസമാണ്. കാണുമ്പോൾ നല്ലൊരു പീസ്ഫുള്ളാവും മൈൻഡൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര നമുക്ക് തന്നെ വല്ല ഇറിറ്റേറ്റഡ് ആയിട്ട്, എനിക്ക് അങ്ങനെയൊക്കെ ആട്ടോ ഫീൽ ചെയ്യണത്. അപ്പോൾ രാവിലെ ഇങ്ങനെയൊക്കെ സെറ്റൊക്കെ ചെയ്ത് ഇടുമ്പോൾ നല്ല രസമാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട്. ലേസി ഡേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വലിയ പ്രൊഡക്റ്റീവ് ഡേ ഒന്നുമല്ല, ലേസി ഡേ തന്നെയാണ്. ഇനി ബെഡ്ഷീറ്റല്ല, നമ്മുടെ ഈ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് സെറ്റാക്കി ഇടണം. ചെയ്തിട്ടുണ്ട്. ഒരു പൊട്ട് വെക്കട്ടെ ഗൈസ്. കറക്റ്റല്ലേ? ചിന്തരി. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് അലക്കാനിടണം. അപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരൂ, നമ്മൾ അലക്കാനിടട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഡ്രസ്സ് അലക്കാൻ പോവുകയാണ്. അയ്യോ, വലിയൊരു പൊട്ടൊക്കെ ഉണ്ടാവും ഡ്രസ്സ്. എന്നിട്ടേ ഗൈസ്, ഇനി നമ്മൾ സിനിമ കാണാൻ പോവുകയാണ്. ഏത് സിനിമ എടുക്കണേതെന്തോ? ഓപ്പൺഹൈമർ. ഗൈസ്, അത് നമ്മൾ പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നും മനസ്സിലായിട്ടില്ല. ഗൈസ്, നമ്മൾ ഓപ്പൺഹൈമർ പകുതി വരെ ആക്കി, ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും അല്ലേ. അതുകൊണ്ട് നമ്മൾ അവതാർ 2 എന്തായാലും കഴിയാനായി. ഇനി ഏകദേശം എത്ര, 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഇവിടെയല്ലേ ഉള്ളൂ. അപ്പോൾ അവതാർ 2 കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനി ബാക്കിയും കൂടെ കാണട്ടെ ഗൈസ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചോറൊക്കെ നല്ലോണം വെന്ത് നല്ല സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതേ ചോറൊക്കെ നല്ല വിളമ്പി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാറും പിന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കാൻ പോകുന്ന ഉച്ചയ്ക്ക് സാമ്പാർ, തലേദിവസത്തെ മീൻകറി ചൂടാക്കിയതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയൊന്നും അടിച്ചു വരണം. ഞാൻ ഡെയിലി ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് അടിച്ചു വരുന്നത്. അല്ലാണ്ട് രാവിലെയും വൈകിട്ടൊന്നും അടിച്ചു വരാറില്ല. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു വരിട്ടേ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ രാത്രി എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അടിച്ചു വരും. പിന്നെ അത് ഇത് നോക്കിക്കേ, കേസരി ഉണ്ടാക്കി നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെ കേസരി ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഐ മീൻ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അന്ന് കണ്ടോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അടിപൊളിയാണ് കേട്ടോ. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം. എൻ്റെ പൊന്നെ, വേറെ ലെവലാണ്, സൂപ്പറാട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ ഷോർട്ടൊന്ന് കണ്ടിട്ട്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നമ്മൾ ഒരു ദിവസം കൂടി ഉണ്ടാക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ചായയൊക്കെ കുടിച്ചതിന് ശേഷം രാത്രി ചോറ് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒക്കെ ഇച്ചിരി കണ്ടായിരുന്നു. ആദ്യം കണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എല്ലാ തവണയും ഇങ്ങനെയാണ്, കുറച്ച് ടൈം, ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടുപോകും. ഇപ്പോൾ പിന്നെ ഡെയിലി വ്യൂവറാണ് കേട്ടോ. എന്നിട്ട് വൈകിട്ടല്ല, രാത്രി മുടിയൊക്കെ ചീകി കെട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കിടക്കുന്നത് കേട്ടോ. മുടിയൊക്കെ ഫുള്ള് പോയി ഗൈസ്, എല്ലാം കൊഴിഞ്ഞു പോയി, തിക്നെസ്സൊക്കെ ഫുള്ള് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി ഇടാണ്.
അങ്ങനെ ചെറിയൊരു ക്ലിപ്പൊക്കെ വെച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രീറ്റഡ് ഹെയർ ഇതുപോലെ കെട്ടി വെക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ രാത്രി കിടക്കുമ്പോൾ ഒന്നാമതേ ചൂടാണ്. അപ്പോൾ മുടിയും കൂടി ഇങ്ങനെ അഴിച്ചിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് ചെറിയൊരു ക്ലച്ചർ ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എടുത്തത് പോലെ പൊട്ടൊക്കെ മാറ്റി ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചു. രാത്രി എന്തായാലും ഞാൻ മസ്റ്റായിട്ട് പല്ലേക്ക്, രാവിലെ എന്നെ പല്ലേച്ചിലേക്ക് ഒരു രാത്രി പല്ലേക്ക് കിട്ടും, അത് എനിക്ക് മസ്റ്റാണ്. അതിൻ്റെ ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിറം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതെൻ്റെ ഒരു എന്താ പറയുക, കാൺ ലീവ് വിത്തൗട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു സിറം ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഡെയിലി അങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല, ഒത്തിരി വീഡിയോസിൽ കാണിച്ചതാണ് ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ സ്ലീപ്പിംഗ് ടൈം ആയിട്ടുണ്ട്. ടോർച്ചർ ചെയ്യുകയാണ്. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.